എന്തോ ഭാഗ്യം പോലെ ഇത്രയും സാറിലൂടെ അത് സംഭവിച്ചു. ഒരു സ്വപ്നം പോലെയായിരുന്നു അത്. ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് രജനീസിനെ കൂടെ കാണാൻ കഴിഞ്ഞു, അവരോടൊരു വേദി പങ്കിടാൻ കഴിഞ്ഞു. ടെൻഷനുണ്ട് തീർച്ചയായിട്ടും. അത്രയും രജനീസിനോട് നിൽക്കുന്നു. ഒരുപാട് ഭാഗ്യം, സന്തോഷം. ഗോഡ് ബ്ലെസ്. നമസ്കാരം എം ടി സാർ, പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എം ടി സാറിൻ്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ. ഇതിനു മുൻപും ഒരു മുഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിൻ്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ തലമുറയിൽപ്പെട്ട, അല്ലെങ്കിൽ 2000-ന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം, ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കുടുംബക്കാർ. ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. എം ടി സാറിന് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത്. കോയിൻസിഡൻ്റലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ്. സോ ഇപ്പോൾ കഥയൊന്നല്ലെങ്കിലും സാറിൻ്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് തോന്നിയിരിക്കുന്നത്. അത് അഭിനയിക്കാൻ സാധിച്ചു. സോ ഒന്നല്ല, 2 സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഡബിൾ കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ബിലവഡ് ഇന്ദ്രജിത്ത്. താങ്ക് യു. സാറിനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും, അത് ഐശ്വര്യയാണെങ്കിലും സുധീറാണെങ്കിലും, എല്ലാവരും പറയുന്നൊരു കാര്യം ഇന്ദ്രനെ വലിയ കാര്യമാണ്, ഇന്ദ്രനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം സർ. എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു അവസരത്തിൽ ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു, പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ സർ. ഓരോരുത്തർക്കായി സമ്മാനം നൽകുന്നു. കാടുകന്നവ എന്ന ഈ ചിത്രത്തിൽ മമ്മൂക്കയാണ് നായകനായി അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നമ്മൾക്ക് വേദിയിലുണ്ട്. ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ദുചൂടൻ എം ടി സാറിന്റെ 91ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ബമുക പ്ലീസ്. നമസ്കാരം. പൊതുവെ അല്പം സ്വഭാവമുള്ള ആളായതുകൊണ്ടാണ് ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സായാഹ്നമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ടും ഉണ്ടാകും. പക്ഷെ നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം. മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ടിയുടെ അടുപ്പുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, അത്ഭുതപ്പെടുത്തുന്നതും അദ്ദേഹത്തിലുള്ള ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത്. അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് എന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു. 2ാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ്, ഒരു ഡോക്യു ഫിക്ഷൻ. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എം ടി 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാതാണ്. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു. എന്നെ കൊണ്ട് അത്രയും വായിക്കുമ്പോൾ ഇത്രയുള്ള ബുക്കാണ്.
അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവർ വായിക്കുന്ന, അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരംഗത്ത്. എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, എത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ് എൻ്റെ. പിന്നെ കടുകണ്ണാവ ഒരു കഥ മാത്രമല്ല, 2 കഥകളാണ്. അവളുടെ ഓർമ്മയ്ക്ക്, അല്ലേ, നിൻ്റെ ഓർമ്മയ്ക്ക്. ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാനും ജീവിതത്തിൽ കൂടെ നോക്കിയതാണ്. കുറേ വലിയ കഥ ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂറിലൊരു സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചൊക്കെ അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായതാണ്. അതിൻ്റെ ഒരു വൈകല് കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ അടുപ്പം കൊണ്ട് ഇത് തന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്. ഇതിനെല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടിയുള്ളൂ. അതാണ് കടുകണ്ണാവ നിൻ്റെ ഓർമ്മയ്ക്ക്. അതിൽ കടുകണ്ണാവ എന്നുള്ള ടൈറ്റിലില്ലേ. ഞങ്ങളിത് എംടിയുടെ എന്താ പറയുക, കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിന് 2 വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ അതും ചുരുങ്ങി ഒന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുക സിനിമയിൽ. കുറച്ചേ ഉള്ളൂ, പക്ഷേ നല്ല ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നൊരു സിനിമയാണ്. നമ്മളിൽ പലരും എംടിയെ വായിക്കാൻ തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത്, തറവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിനിലാണ് ഷൂട്ട് ചെയ്തത് ഈ പടം. മഹേഷിൻ്റെ ഇവിടെ കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ ഇവിടെ ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു സിനിമയാണ്. എംടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം എന്നായിരുന്നു. അത് എംടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുള്ള സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എംടിയാണ് അതിൻ്റെ ഒരു ആരംഭക്കുറിച്ചാണ് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങിയത്. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെടും. ഞാൻ എംടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്. എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ലെങ്കിൽ അതിലൊക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുപോലുണ്ട്. ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് 2 ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കഥ വായിക്കേ ഒരു കഥ ഒരു 10 പേജോ അല്ല 5 പേജോ 4 പേജോ ഉള്ള കഥ വായിച്ച് ഏതെങ്കിലും ഒരു TV-യിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീലു പോയത്. അതിൽ ഇത്രയൊക്കെ ആയി. ഇത് മലയാളത്തിൽ ആദ്യ സംരംഭം പോലെയാണ്. എംടിക്ക് പ്രായം ആയിട്ടില്ല. എംടിക്ക് 1 വർഷം കൂടെ ആയി, അത്രേ ഉള്ളൂ. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാസുവേട്ടൻ, പ്രിയപ്പെട്ട എംടി, അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോക സാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് എംടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമാണ്. എഴുത്തിൽ അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ്. നിരന്തരം നവീകരിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. എപ്പോഴൊക്കെ കാണുമോ അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന എംടി വായനയിൽ അതിനേക്കാളേറെ ചെറുപ്പമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ 9 തിരക്കഥകൾ മലയാളത്തിൻ്റെ മഹാന്മാരായ സംവിധായകരാൽ, 9 മഹാന്മാരായ നടിമാരാൽ നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിന് നേതൃത്വം നൽകിയ അശ്വതിയെയും ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
MT സാറിന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു പിറന്നാൾ സമ്മാനമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും തന്നെ ഞാൻ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈഡി കൊടുത്തുകൊണ്ട് MT സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി അദ്ദേഹത്തിന്റെ 91ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാറിൻ്റെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല അശ്വതി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണമൊക്കെ. വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു അവസരം സമ്മാനിച്ചതിന് ന്യൂസ് വാല്യൂ ഫിലിംസിന് പ്രധാനമായിട്ടും പിന്നീട് സരിഗമ, അതുപോലെ ഇന്നിത് നമുക്ക് മുമ്പിലെത്തിക്കുന്ന പ്രേക്ഷകർ മുമ്പിലെത്തിക്കുന്ന Z5 പ്ലാറ്റ്ഫോമിലും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം നന്ദി പറയുന്നു. നമസ്കാരം. എല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തിയും ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളുടെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ MT വാസുദേവൻ നായരുടെ 91ാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കുമോ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം. MTയുടെ ഒരു കഥാപാത്രമെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനുണ്ടാവില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു, കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് MT സാറിൻ്റെ ഒരു കഥാപാത്രമാവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല. അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ്. എനിക്ക് അവരോട് കടുത്ത അസൂയയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, മമ്മൂക്കും ലാലിനും കിട്ടിയതുപോലെ MT സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഈ അമൂല്യമായതെന്തും നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ, സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് ഞാൻ അതിന് MT സാറിനോടും സന്തോഷ് ശിവനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. MT സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു. ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മനോരഥങ്ങൾ എന്ന ഈ ആന്തോളജി ഫിലിം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. സർ, എൻ്റെ പിറന്നാൾ ആശംസകൾ. സിദ്ദിഖ് സാറോട് Mr. Shiju Prabhakaran, Chief Cluster Officer South, will now give the memento for Santosh Shivan sir. Z5 സരിഗമയും ചേർന്ന് ഒരുക്കുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജിയിലെ അഭയം തേടി വീണ്ടും എന്ന സിനിമയുടെ സംവിധായകനാണ്. സർ, 2 വാക്ക് MT സാറിന് വേണ്ടി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാനായിരിക്കും കുറേ എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. MTയെ കുറിച്ച് 2 വാക്ക് പറയാൻ സാധിക്കുക. വളരെ അധികം MTയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലതുകൊണ്ടാണ് ഞാൻ ഈ മുൻപുള്ള ഓട്ടത്തിനെ കുറിച്ച് പറഞ്ഞത്. MT എൻ്റെ വീട്ടിലെ ഒരു അംഗമാണ്. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ആ ഒരു മോളേ ഉള്ളൂ. അവളുടെ വിവാഹത്തിന് MT വന്നിരുന്നു. ഞാനന്ന് ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം ആ കതിർമണ്ഡപത്തിൻ്റെ അടുത്ത് നിന്ന് ചെയ്തത് MTയാണ്. അപ്പോൾ അറിയാതെ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം എത്രയാണ്. പിന്നെ ഞാനും വലിയ ഭക്തനല്ല, MT അങ്ങനെ വലിയ ഭക്തനല്ല. പക്ഷെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ശബരിമലയിൽ പോയിട്ടുണ്ട്. ഇതിനങ്ങനെ പറഞ്ഞു വന്നാൽ വളരെ അധികം സിനിമ ലൊക്കേഷൻസിൽ വെച്ച് കണ്ടത്, അല്ലാതെ സുഹൃത്ത് വേദികളിൽ വെച്ച് കണ്ടത്, എൻ്റെ വീട്ടിലും
എം ഡിയുടെ വീട്ടിൽ വെച്ച് കണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് പറയാനുള്ള വേദിയല്ലല്ലോ ഇത്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. എം ടി ഇനിയും ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വലിയ തുടങ്ങട്ടെ. നിർമ്മിച്ച 9 സിനിമകളുടെ സമാഹാരമാണ് മനോരഥന് അല്ലെങ്കിൽ മൈൻഡ്സ്കേപ്സ്. 9 സംവിധായകർ, അനേകം നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ, ഇവരുടെ ഒത്തുചേരലാണ് മനോരഥങ്ങൾ. മനോരഥത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ ഷൂട്ടിംഗായിട്ട് ഞാൻ മൂലി എന്ന ഗ്രാമത്തിലാണ്, അത് ഗുജറാത്തിലാണ്. ഇവിടെ നിർത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എം ടി സാറിൻ്റെ തിരക്കഥകളിൽ ഒരുപാട് തിരക്കഥകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു നടനാണ് ഞാൻ. പക്ഷേ ഈ സിനിമ എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമയാണ്. ഒന്ന് ഓളവും തീരവും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സിനിമ. ഏതാണ്ട് 50 വർഷത്തിലേറെയായി അത് റിലീസായിട്ട് അത് വീണ്ടും അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. മധുസാറും ഷാനന്ദിനിയും ഒക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന. PN മനോജ് സാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിലുപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ. അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയൻ്റെ സിനിമയിലേക്കുള്ള വരവ് തന്നെ എം ടി സാറിൻ്റെ നോവലുകളും ചെറുകഥകളും തിരക്കഥകളും വായിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എം ടി സാറിൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും എം ടി സാറിനോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടെയാണ് ഈ സിനിമ. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഈ മനോരഥൻ്റെ ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി എം ടി സാറിന് ഗുഡ് ഈവനിങ് everybody. നമസ്കാരം. എം ടി സാർ, സ്വപ്നം കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം നല്ലത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു. അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറയുന്നത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു സിനിമ, ഒരുപാട് സിനിമ 97 സിനിമയോളം അടുപ്പിച്ച് ചെയ്ത് ഞാനിവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ മൂമെൻ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എം ടി വാസുദേവൻ നായർ പ്രിയദർശൻ ഒരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്കത് സാധിച്ചില്ല. പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നത് ഈശ്വരൻ കൊണ്ടു തന്നൊരു ചാൻസായിട്ട് ഞാൻ കാണുന്നത്. എനിവേ, അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുകയാണ്. 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് ശിലാലേഖനങ്ങൾ, ഒന്ന് ഓളവും തീരും. ഓളവും തീരും എന്നുള്ള സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ ലാൽ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓളവും തീരവും എന്നുള്ള ഒരു തിരക്കഥ വായിച്ചിട്ടാണ്. അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവേശ്വരനോട് നന്ദി. സാറിന് ഒരു നല്ല ജന്മദിനം കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you so much.